3 പേര് ഒരുമിച്ച് കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ച 3 പേർക്കും ഒരേ നിയോഗം തന്നെയാണ് ഉണ്ടായിരുന്നത്. ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയണം, ദൈവിക ജ്ഞാനത്താൽ നിറയണം എന്നുള്ളതായിരുന്നു 3 പേരുടെയും ഇൻറ്റൻഷൻ. അതായിരുന്നു. അത് വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രത്യേകമായിട്ട് എനിക്ക് ഞങ്ങൾ സ്തുതിച്ച് കുറേ നേരം സ്തുതിച്ച് തലയിൽ കൈവച്ച് തന്നെ പ്രാർത്ഥിച്ച് ഭാഷാവരത്തിലൊക്കെ സ്തുതിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. പ്രത്യേകിച്ച് പെട്ടെന്ന് എനിക്ക് ഒരു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് വലിയൊരു ഉരുൾപൊട്ടൽ പോലെ കല്ലും മണ്ണും എല്ലാം കൂടി ഒഴുകി ഇറങ്ങി മുഴുവൻ അങ്ങ് പോകുന്നതും, ആ സിസ്റ്ററിൻ്റെ ജീവിതത്തിലൊരു നിയോഗങ്ങൾ പറഞ്ഞായിരുന്നു, ജീവിതത്തിൽ ചില കുറവുകൾ പറഞ്ഞായിരുന്നു. അതൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പൂർണ്ണമായിട്ട് എടുത്ത് മറ്റേ ആത്മാവിൻ്റെ അഭിഷേകം നിറയണമെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് പ്രാർത്ഥിച്ചപ്പോൾ വലിയ ഉരുൾപൊട്ടൽ പോലെ മുഴുവൻ അങ്ങ് ഒഴുകിപ്പോയിട്ട് പുറയിൽ നല്ല ശുദ്ധമായ ജലം വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതെല്ലാം മാറിയിട്ട് ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുന്നതായിട്ടാണ് എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ വലിയ ശക്തമായ കൃപ കൊണ്ട് നിറയ്ക്കുന്ന ഒരനുഭവം കാണാൻ സാധിച്ചു. പിന്നെ മറ്റേ സിസ്റ്ററിന് വേണ്ടി ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ തന്നെ ഷോൾഡറിന് ഭയങ്കരമായിട്ട് വേദനയെടുത്തു. ഞങ്ങൾ സ്തുതിച്ചു, ആ കൈ തുടക്കം ഭയങ്കര വേദനയായിട്ട് തോന്നി. സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ സിസ്റ്റർ തന്നെ പറഞ്ഞു, എനിക്ക് ഇവിടെ മുഴുവനും വേദനയായിരുന്നു എന്ന് പറഞ്ഞപ്പം കർത്താവിൻ്റെ സൗഖ്യം ലഭിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു സാധിച്ചു. അതുപോലെ തന്നെ സിസ്റ്ററിനെ ഒരു വലിയൊരു കാട്, ഒരു സാധാ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ കുറേ മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുവാനായിട്ട് സാധിച്ചു. അപ്പം ഞാൻ സിസ്റ്ററിൻ്റെ മടം ഇരിക്കുന്ന സ്ഥലം ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇച്ചിരി പേടിപ്പെടുത്തുന്ന പോലത്തെ ഒരു സ്ഥലമാണ്, അങ്ങോട്ട് പോകാൻ ചിലപ്പോഴൊക്കെ പേടി തോന്നുന്നതാണ്. അത് കണ്ട ഉടനെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതും ശക്തനായവൻ കൂടെ ഉണ്ടെന്ന് പറയാനായിട്ട് പറഞ്ഞു. അപ്പം സിസ്റ്ററിനോട് അങ്ങനെ ചോദിച്ചപ്പോൾ മനസ്സിലായത് അതിൻ്റെ പോകുമ്പോൾ പലപ്പോഴും പേടി ഇതൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു സന്ദേശം നൽകിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ സിസ്റ്റർ വരദാനങ്ങളിൽ അപ്പം എനിക്ക് ഒത്തിരി പൂക്കളിങ്ങനെ പൊട്ടി വിടർന്ന് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു കർത്താവിൻ്റെ കൃപ നിറയുന്നതാണെന്ന് തോന്നുന്നു. Praise the Lord.